അപ്പോൾ ഈ പറയുന്നത് നിങ്ങൾ പറഞ്ഞതായിട്ടുള്ള അറിവ് എനിക്കുള്ളൂ. ഇന്നേ വരെ ഞാൻ അങ്ങനെ BJP ആയിട്ട് ബന്ധപ്പെടുകയോ BJP എന്നെ ബന്ധപ്പെടുകയോ അങ്ങനെയൊന്നും സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ BJP എന്നെ പരിഗണിക്കുക ഒല്ലൂരെന്നല്ല പറഞ്ഞ, നിങ്ങളെ പറഞ്ഞോട്ടെ, ഞാനല്ല, എനിക്കറിയില്ല. ഞാൻ അവരുടെ കൂടെ ഒല്ലൂർ മത്സരിക്കാൻ ഞാനില്ല, നമ്പർ 1. മറ്റൊന്ന്, ഞാൻ ഈ ഇത്രയും കാലം, കാരണം ഞാൻ 5 പതിറ്റാണ്ടായിട്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. ചില സാഹചര്യത്തിൻ്റെ പേരിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു മേയർ സ്ഥാനം ലഭിച്ചു. അപ്പോൾ ലഭിച്ചത് 5 വർഷക്കാലത്തേക്ക് വളരെ ഭംഗിയായി ചെയ്തു തീർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ, അന്നും നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്തിൻ്റെ കൂടെ എന്തുകൊണ്ട് നിന്നു? ഇടതുപക്ഷം അന്ന് ഭരണമുള്ളത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വിവേകബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേയറായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു. എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് സംസ്ഥാനത്തിൻ്റെയും കൂടി അംഗീകാരം ലഭിക്കണം എന്നതിൽ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അന്ന് അവരുമായി സഹകരിച്ച് 5 വർഷക്കാലം പൂർത്തീകരിച്ചു. അതിനുശേഷം ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് എന്താണ് താല്പര്യം? എൻ്റെ താല്പര്യം കൂടുതലായിട്ട് തിരിച്ചു പോകാനാണ്. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് എൻ്റെ താല്പര്യം. ഞാൻ ഈ ഒരു മത്സര രംഗത്തോ അല്ലെങ്കിൽ അന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സാധാരണ പ്രവർത്തകനായിട്ട് നിലനിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരു അധികാരവും എനിക്ക് താല്പര്യമില്ല. കാരണം 5 വർഷക്കാലം തൃശ്ശൂർ പട്ടണത്തിനകത്ത് കോർപ്പറേഷനെ ഭരിക്കാൻ കിട്ടിയതിൽ വളരെ തന്നെ സന്തോഷമുണ്ട്. കാരണം അതൊരു ദൈവകൃപയോട് കിട്ടിയതാണ്, അല്ലാണ്ട് പാർട്ടി തന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ ആ കൃപ മാത്രം മതി എനിക്ക്. ഇപ്പോൾ നമ്മുടെ ഏത് പാർട്ടിയിൽ ഇപ്പോൾ വ്യാജാതി ആൾക്കാർ ആഗ്രഹിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. അവരുമായിട്ട് ഒരു യുദ്ധത്തിനൊന്നും ഞാൻ തയ്യാറില്ല. നമ്മൾ ഒരു സജീവ പ്രവർത്തകനായിട്ട് തിരിച്ച് കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിന് പല ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട്, സംസ്ഥാന തലത്തിലുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഉറപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നോട് അവർ അതല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മടങ്ങി വരാനുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സാണ് എനിക്ക് താല്പര്യം. അല്ല, എനിക്ക് താല്പര്യം അതാണ്. വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സമയബന്ധിതമായിട്ടാണല്ലോ ഓരോ പ്രവർത്തികൾ നടക്കുക. അത് നടന്നുകൊണ്ടിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇനി ഞാൻ ഇല്ല. ഒരു തരം എനിക്ക് അങ്ങനെ ഒരു മോഹമില്ല. അതിലെ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇനി നമ്മുടെ കോർപ്പറേഷനിലേക്ക് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മത്സരിക്കാൻ 10-20 പേര് ഓരോ പാർട്ടിയിലുണ്ട്. ഇനി 21ാമത്തെ ഒരാളായിട്ട് ഞാൻ അവരുമായിട്ട് യുദ്ധം നടത്താനോ ഒന്നും ഞാൻ തയ്യാറല്ല. അല്ല, നിയമസഭയുടെ കേസാണ് ഞാൻ പറഞ്ഞത്, പ്രതീക്ഷിക്കേണ്ടതില്ല. ഞാനിപ്പോൾ നിങ്ങൾ കൂടിയാണ് BJP എന്നുള്ള വാക്കിനെ കേൾക്കുക. എൻ്റെ അടുത്തേക്ക് ആരും ഇന്ന് വരെ, അന്നുമില്ല ഇന്നുമില്ല, ഒരിക്കലും വന്നിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത ഞാൻ ഏറ്റെടുത്തിട്ടില്ല. BJPയുടെ കൂടെ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് ഓഫർ വന്നാലും എനിക്ക് അതിന്റെ ആവശ്യമില്ല. BJP ആയിട്ട് ഞാൻ സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല, എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൺഗ്രസ്സുകാരനാണല്ലോ ഞാൻ പഴയ കാലം മുതൽ. ഒക്കേഷണലി ഹാപ്പൻ, അങ്ങനെയാണല്ലോ ഞാൻ ഈ ഒരു മേയർ ആയത്. അപ്പോൾ തിരിച്ച് ഞാൻ പോകുന്നത് അവിടേക്ക് തന്നെ, എൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. അതിനകത്ത് യാതൊരു നിബന്ധനകളും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഇപ്പം നിബന്ധനകളുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ വേണ്ട ആൾക്കാരല്ല. ഏത് പോസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്, ഏത് പോസ്റ്റും തരും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ഇന്ന പോസ്റ്റ് വേണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് താല്പര്യം അതാണ്, അത്രയേ ഉള്ളൂ.